ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദാചാര ഗുണ്ടായിസം അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്ന ചില വീഡിയോകളാണ് ഈ സദാചാര ഗുണ്ടായിസം സംബന്ധമായിട്ടുള്ള വീഡിയോകൾ. ചില ആളുകൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള അവിഹിതം പോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ വന്ന് പ്രതികരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ സദാചാര ഗുണ്ടായിസം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ഫോണൊക്കെ വ്യാപകമായി ക്യാമറ ഒക്കെ എല്ലാവരുടെ കയ്യിലും വരാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഇതൊക്കെ കാണുന്ന വിധത്തിൽ ഒരു സദാചാര ഗുണ്ടായിസ ടീമുകൾ ഇവിടെ വരാൻ തുടങ്ങിയത്. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇരുന്ന് സംസാരിക്കുന്നു, അപ്പൊ കുറെ അവിടെ ഉള്ള ആളുകൾ, ചില ആളുകൾ ഒന്നിച്ചുകൂടി അവിടെ വന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവരെ ഹരാസ് ചെയ്യുന്നു, അവരെ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ കുറച്ചു കാലം ഭയങ്കര കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അതിന്റെ പല പല വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു വിഷമുള്ള ഒരു വേർഷൻ എന്ന് നമുക്ക് പറയാവുന്ന ഒന്നായിരുന്നു നമ്മൾ ആദിവാസിയായ മധു എന്ന് പറയുന്ന വ്യക്തി മരിച്ച സംഭവം. മധു എന്ന് പറയുന്ന വ്യക്തി അവിടുന്ന് എന്തോ അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുറെ ആളുകൾ ചേർന്നിട്ട് ഈ മധുവിനെ ചോദ്യം ചെയ്യുക, കെട്ടിയിടുക, മർദ്ദിക്കുക ഒക്കെ ചെയ്തു. ആ മർദ്ദനത്തിന്റെ ഫലമായിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു സദാചാര ഗുണ്ടായിസത്തിന്റെ ഏറ്റവും മോശം വേർഷൻ എന്ന് പറയുന്നത് ഈ മധുവിന്റെ മരണമാണെന്ന് പറയാം. നമ്മളെപ്പോഴും ഒരു വിഷമത്തോടു കൂടിയേ നമുക്കത് ഒന്ന് കാണാനും അതിനെക്കുറിച്ച് ഓർക്കാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത കുറെ കോമൺ ആയിട്ട് വരുന്ന കേസുകളുണ്ട് ഈ സദാചാര ഗുണ്ടായിസത്തില്. സാധാരണ പോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെയും ഇവിടെയൊക്കെ കാണുമ്പോൾ ആളുകൾ കയറി ചോദ്യം ചെയ്യുന്ന ചില സദാചാര ഗുണ്ടായിസങ്ങൾ. ഇതൊക്കെ പൊതുവെ ഈ ആണുങ്ങളാണ് ഇത് ചെയ്യാറ്. എന്ന് വെച്ചാൽ സദാചാര ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾ ചെയ്യുന്നത് വളരെ കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഒന്ന് രണ്ട് കേസൊക്കെ പറയുകയാണെങ്കിൽ ചില പാർക്കിലൊക്കെ, ഇപ്പൊ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിലൊക്കെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജ് കട്ട് ചെയ്തിട്ട് വന്നിരുന്ന് മോശമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് അവിടുത്തെ ഈ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവർക്കതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കാം. കാരണം അവരുടെ മക്കളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിരുന്നിട്ട് ഇത്ര മോശം പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ വിഷമം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവരത് പറഞ്ഞു. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. അല്ലാതെ അവരെ പോയി ചോദ്യം ചെയ്യേ അവരെ വഴക്ക് പറയേ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കടപ്പുറത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് അവിടെ മോശമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് അതിനടുത്തുള്ള ഒരു കോളനിയിൽ താമസിക്കുന്ന കുറെ ചേച്ചിമാർ ചേർന്നിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. നാട്ടുകാരൊക്കെ ചേർന്നിട്ട്. അതൊന്നും നമുക്ക് അത്ര മോശം പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ വീട്ടിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇത് കാണുന്നു, അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ അവർക്ക് വലിയ വിഷയമാണ് എന്നൊക്കെ അവരന്ന് പറഞ്ഞിരുന്നു. അതിനെയും നമുക്കൊരു നല്ല വേർഷനിലൂടെ കാണാവുന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഇപ്പോ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയും ഒന്നിച്ച് കാണുമ്പോൾ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് കാണുമ്പോൾ അവരെ പോയി ടോർച്ചർ ചെയ്ത്, അവരെ ചോദ്യം ചെയ്ത്, അവരെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയേണ്ടത്. അപ്പൊ നമ്മൾ എത്രയോ സദാചാര ഗുണ്ടകളെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ, യൂട്യൂബിലൂടെ ഒക്കെ കണ്ടു. ഇന്നിപ്പോ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സദാചാര ഗുണ്ട എന്ന് പറയാൻ പറ്റില്ല, ഒരു സദാചാര ഗുണ്ടിയെ നമ്മൾ ഇന്ന് കണ്ടു എന്നുള്ളതാണ്. അതൊരു പെൺകുട്ടിയാണ്. അത് ഇപ്പോ നമ്മൾ പൊതുവെ പറയും ഈ പെൺകുട്ടികളും ആൺകുട്ടികളും സംസാരിക്കുമ്പോൾ അതിനെതിരെ പറയുന്നത് അമ്മാവന്മാരാണ്, അമ്മാവൻ വൈബുള്ളവരാണ്, തള്ള വൈബുള്ളവരാണ്, തന്ത വൈബുള്ളവരാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതിനെതിരെ പ്രതികരിച്ചത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടി. എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക, ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു. എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ലെങ്കിൽ സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവര് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം.
എല്ലാരെയും കൂടെ അറിയിക്കേണ്ട കാര്യം. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടത് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. മാത്രം ഞാൻ ആ സീറ്റിലെ കണ്ടു. ശരി. ആ ചേച്ചി കണ്ടില്ല. കണ്ടില്ല. കേറി വന്നപ്പോ ഞാൻ ശരി. കണ്ടു മോനെ. ഞാൻ പറയുന്നത് തന്നെ കണ്ടു. പറയുന്നത്. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിലെ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക. ആ എടുക്കുന്നതിന്റെ തരിപ്പും കൂടെ ഈ കാണിക്കുന്നത്. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിയോ. ഓപ്പിറ്റിക്കലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ നീ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ പകുതി റോഡിലാണ് കിടക്കുന്നത്. റുവാക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം. കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. നല്ല എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും? എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കും? ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത് വിചാരിക്കും. ആ പെൺകുട്ടിയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിന്റെ വഴി കടന്നിട്ട് മെയിൻ റോട്ടിൽ ഒരു നാട്ടുവഴിയാണ്, രണ്ടും ഒരു നാട്ടുവഴിയാണ് കണ്ടാല്. ആ മെയിൻ റോട്ടിൽ ഒരു കാറ് നിർത്തി. ആ കാറിലുള്ള സ്ത്രീയും പുരുഷനും. അപ്പൊ ആ കുട്ടിയെ കാറ് സ്വാഭാവികമായിട്ടും നമ്മളെ വീടിന്റെ മുന്നിലുള്ള വഴിയിൽ ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടി വന്ന് നോക്കുമ്പോൾ ആ കാറിന്റെ ഉള്ളിൽ ഒരു ആണും പെണ്ണും മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് കണ്ടു എന്നാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടിയുടെ വീഡിയോ ഇവർ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കിടന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ഭയങ്കര ചൂടായിട്ട് ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാൻ സൗകര്യമില്ല, അത് എനിക്ക് പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല, നിങ്ങൾ മോശമായ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കര ഘോരം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഈ കാറിലുണ്ടായിരുന്നത് ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. കണ്ടാൽ നമുക്കൊരു ചെറിയ പ്രായം തോന്നുമെങ്കിലും അതൊരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു ഹോസ്പിറ്റലില് ഈ വ്യക്തിക്ക് BP കൂടുതലായോണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ OP ചീട്ട് കൊടുത്ത് ഡോക്ടറെയും കണ്ട് മരുന്ന് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഈ വ്യക്തിക്ക് വീണ്ടും വയ്യാതായതുകൊണ്ട് അത് റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ട് ഈ വ്യക്തി ഭാര്യയുടെ തോളിലേക്ക് എന്തോ ചാഞ്ഞു കിടന്നു. അപ്പോഴാണ് ഈ പെൺകുട്ടി ഈ മോശം പ്രവൃത്തി, ആരും റോഡിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത ആ മോശം പ്രവൃത്തി കണ്ടതും ആ കുട്ടിയുടെ ഉള്ളിൽ ആ സദാചാര ഗുണ്ടി ഉണർന്നതും ആ കുട്ടി വന്ന് പ്രതികരിച്ചതും എന്നുള്ളതാണ് ഇതിലെ ട്വിസ്റ്റ് എന്നുള്ളതാണ്. എന്തായാലും ആ കുട്ടി ഇന്ന് ഭയങ്കര വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ആ കുട്ടി വരുന്നു, ആ കുട്ടി ഇതൊക്കെ പറയുന്നു, ഭയങ്കരമായിട്ട് ചൂടാവുന്നു. ആ കുട്ടിയുടെ അമ്മ വരുന്നു, ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനൊന്നും ഈ റോഡിൽ വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നാട്ടുകാരൊക്കെ വരുന്നു. നാട്ടുകാരെ ഇവര് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ പോയോ OP ചീട്ടിലെ ടൈം ഒക്കെ ഇവര് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഇനി അങ്ങനെ അവർ ചെയ്തു എന്ന് വെച്ചാൽ തന്നെ അവർ ഭാര്യയും ഭർത്താവുമാണ്. ഒരു ഭർത്താവിന് ക്ഷീണം തോന്നുന്ന അവസ്ഥയിൽ ഒരു ഭാര്യയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അവരവിടെ വെച്ചിട്ട് ഈ കുട്ടി കണ്ട പോലെ ഒരു ചുംബിക്കുകയെ എന്തെങ്കിലും ചെയ്തു എന്ന് വെക്കുക, അതിന് പോലും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഭർത്താവിന് വയ്യാത്തൊരവസ്ഥയിൽ ഭർത്താവ് തോളിൽ ചാഞ്ഞു കിടക്കുമ്പോൾ സാരില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് കവളിൽ തട്ടുന്നതോ ഒരു ഉമ്മ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഇവിടുത്തെ ഒരു നിയമം വെച്ചിട്ട് ഈ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ, ഈ സെക്സ് സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ഇവിടെ നിയമം മൂലം വിലക്കുള്ള നാടാണ് നമ്മളുടെ എന്ന് വേണമെങ്കിൽ പറയാം. നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. അല്ലാതെ ആർക്കും അവിടെ പോയിട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. നമുക്ക് അതിൽ പബ്ലിക് പ്ലേസിൽ കണ്ട പ്രവൃത്തിയിൽ നമുക്ക് എന്തെങ്കിലും അപാകത തോന്നുകയാണെങ്കിൽ നമുക്ക് പോലീസിനെ വിളിച്ചറിയിക്കാം. ഇവിടെ ഇങ്ങനെ മോശം പ്രവൃത്തി നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വന്ന് നിങ്ങളതിന് വേണ്ട നടപടി എടുക്കണമെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കാം എന്നല്ലാതെ ഈ വ്യക്തി പെൺകുട്ടി അവിടെ പോയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കാനുള്ള അർഹത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വെറുതെ പോയിട്ട് തലയിടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രായമുള്ള വ്യക്തിയാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രായമുള്ള അമ്മാവൻ പോയിട്ട് നിങ്ങൾ റോട്ടിൽ എന്ത് തോന്നി
തോന്നിയാസാ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടി, നമ്മൾ സാധാരണ പറയില്ലേ നമുക്കത് കണ്ടിട്ട് അസൂയാണ് ഇവരോടെന്ന് പറയില്ലേ, അമ്മാതിരി തോന്നുന്ന വിധത്തിലാണ് ആ പെൺകുട്ടി വന്നിട്ട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അമ്മ നല്ല അമ്മയാണ്, നല്ല കട്ട സപ്പോർട്ടായിട്ട് ആ കുട്ടിക്ക് കൂടെ നിന്നും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആ പെൺകുട്ടി വൈറലാണ്. ഇതിന്റെ വേറെ വശം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ആ പെൺകുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, 17-18 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ ആ പക്വതയില്ലാത്ത പെരുമാറ്റമായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതും, അതിനെ നമ്മളിങ്ങനെ വലിച്ചു കീറി അതിനെ ഒരുപാട് വിഷമിപ്പിക്കാനും വളരെ മോശം കമന്റുകളാണ് അതിന്റെ അടിയിൽ ആ പെൺകുട്ടിക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കമന്റുകളൊന്നും ഇടാതിരിക്കേണ്ടതുമാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒരു കാർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ അവരൊന്ന് ചാരിയിരുന്നു അല്ലെങ്കിൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് എല്ലാം ഈ അവീതമാണ് എന്നുള്ള രീതിയിൽ കാണുന്നത് തെറ്റാണെന്നേ പറയാനുള്ളൂ. അവരൊരു ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ വിശ്വസിക്കുകയല്ല, അല്ലെങ്കിൽ വിശ്വസിച്ചാലും അത് അവിടെ ചെയ്യാൻ പാടില്ല. അത് അവരുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ടിട്ടോ വീടിന്റെ അകത്ത് കയറിയിട്ടോ അല്ല അവർ ചെയ്യുന്നത്. ഒരു പൊതുവഴിയിൽ അവർ ക്ഷീണിച്ചപ്പോൾ കാറ് നിർത്തുന്നു, ഒന്ന് ചാരി കിടക്കുന്നു, അതാണ് അവിടെ വലിയ വിഷയം. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ശരിയാണ്, അതങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്കൊരു പോലീസിനെ വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ. 100 കുത്തിയ പോലീസ് വരും, നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ പ്രായമുള്ള ആരെങ്കിലും ഉണ്ട് വെച്ചാൽ അവരേക്ക് അത് കൈമാറുക, ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ചേട്ടാ അതെന്താ നോക്കുകയെന്ന് ഒരു അയൽവക്കത്തുള്ള ആരോടെങ്കിലും പറയുക മുതിർന്നവരോട് എന്നുള്ളതാണ്. ഈ കുട്ടിയൊക്കെ ഒരു പക്ഷെ അതോടുകൂടെ വൈറലാവാം, ഞാൻ ഇത്ര വലിയ പ്രവൃത്തി ചെയ്ത് ആവാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കാം പ്രതികരിക്കാൻ പോയിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ കുട്ടി ഒരു പക്വതയില്ലാത്ത കാര്യം ചെയ്തതാണ്. നമ്മൾ ആ കുട്ടീനെ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ മോശം പ്രവൃത്തികൾ കണ്ടാലും നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ മധുവിന്റെ കേസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ മനുഷ്യൻ വിശന്നപ്പോൾ കുറച്ച് അരി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മനുഷ്യനാണ്, ആദിവാസി യുവാവാണ്. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ പറയാനുള്ള പക്വത ഉണ്ടായിരിക്കില്ല. പിന്നെ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വലിയ മോഷ്ടാവും ഒന്നുമല്ല എന്ന് ആ നാട്ടുകാർക്ക് അറിയായിരുന്നു. എന്നിട്ടും അത്രയും ആളുകൾ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് അടിച്ചപ്പോൾ ആ നാട്ടിലുള്ളവരൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതും നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴോ ഒരാളെ തല്ലാൻ പോകുമ്പോഴോ അനാവശ്യമായിട്ട് അയാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുമ്പോഴോ എപ്പോഴും നമ്മൾ ഈ മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു സംഭവം, നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ചൊരു സംഭവം എന്ന് വേണമെങ്കിൽ സദാചാര ഗുണ്ടായിസത്തിന്റെ ഒരു വേർഷനായിട്ട് നമുക്ക് ഈ മധുവിന്റെ കേസ് പറയാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നതിന് മുൻപ് കുറച്ചുകൂടിയൊക്കെ ഒരു ചിന്തയോടുകൂടെ പെരുമാറാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.